ഹലോ മച്ചമാരെ, ആണ് എല്ലാവർക്കും ടേസ്റ്റ് റൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ എൻട്രി ആയിട്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. നമ്മൾ വീണ്ടും ഊട്ടിയിലാണ്. നമ്മുടെ ഊട്ടിയിലെ മൂന്നാമത്തെ വീഡിയോ ഇടാൻ പോകുന്നത്. നമ്മൾ കാണാൻ പോകുന്ന അടിപൊളി കാര്യങ്ങളാണ്. ലാലേട്ടൻ്റെ ഒരു സ്ഥിരം തോട്ടക്കാരനും ലാലേട്ടൻ്റെ ഗൺറൂമും അങ്ങനത്തെ പല ഐറ്റംസും ഉണ്ടാവും. അവരെ കാണിച്ചു തരാം. അയാൾ പേര് രാമകൃഷ്ണനാണ്. പക്ഷേ അത് വിളിക്കുന്ന ലാലേട്ടനും മേടെല്ലാം വിളിക്കുന്ന കൗണ്ടറിന് അവരുടെ വീട്ടിൽ 15 വർഷത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ. ഇതാണ് നമ്മുടെ കൗണ്ടറാണ്. നമ്മുടെ കൗണ്ടറാണ്. 15 വർഷം വേല பார்க்குறாங்க. சூப்பராக வேலை பார்க்குறாங்க. ഈ അണ്ണൻ എങ്ങനെ വന്നെന്നും അണ്ട ചരിത്രം നമുക്ക് കേൾക്കാം. இங்கே வேலை விட்டு ஸ்டாப் பண்ணிட்டேன். தோட்டத்து வேலைக்கு போயிட்டு இருந்தேன். வேறு தோட்டத்தில் அப்புறம் இங்கே சேச்சி கூப்பிட்டுருச்சு. லாடா சாரா? இல்லை சேச்சி சூத்திர மேடமா? இங்கே வந்து வேலை செய்ய விடுறேன். வாடா சார். அதில் ஒரு 15 வருஷம். 5 வருஷம் ஆச்சா? 15 வருஷம். இங்கே 15 வருஷம் வேலை பார்க்குறீங்க நீங்கள்? ലാട്ടം കൂടെ ഇവരുടെ വീട്ടിലെ സൂപ്പർ. 4000 രൂപ സാലറി ഫസ്റ്റ് കയറുമ്പോൾ. ഇപ്പം എത്ര വർഷം ആச்சு? 15 വർഷം. വർഷം 500 1000 എത്തി. ഇപ്പം 17,000 സാലറി ആച്ചല്ലേ? സൂപ്പർ. ഹാപ്പി ഫുള്ള് ഹാപ്പി. എല്ലാം பார்க்குறாங்க அவருங்கெல்லாம். சூப்பரா. ചേച്ചി സൂപ്പർ. സൂത്ര മേഡം സൂപ്പർ. അണ്ണൻ്റെ ലൈഫിലെ ഏറ്റവും മുഖ്യമായൊരു ഫോട്ടോയാണ്. ഏറ്റവും അടിപൊളി അണ്ണൻ പറയുന്നത് ഏറ്റവും നല്ല മൂമെൻറ്റ്. കൊച്ചുമാൻ്റെ കൂടെ ലാലേട്ടനും മേഡവും നിൽക്കുന്ന അണ്ണനെ മറക്കാൻ കഴിയാത്തതും നെഞ്ചോട് ചേർത്ത് വെച്ച് ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. മേഡത്തെയും ലാലേട്ടനൊക്കെ ഇവർ ദൈവത്തെ പോലെ കാണുന്നത്. അടിപൊളിയാണ്. ലാലേട്ടാ സൂപ്പർ. ഇവിടെ എല്ലാം കാണുന്ന ഒരു കാഴ്ചയാണ്. പശുവിൻ്റെ കഴുത്തിൽ മണി കെട്ടിവിടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാണാതൊക്കെ പോയി കഴിഞ്ഞാൽ, കയറൊന്നുമില്ല, കാണാൻ പോയി കഴിഞ്ഞാൽ ഈ മണിയുടെ സൗണ്ട് കേട്ടിട്ട് ഇവർ എവിടെയാണ് ഉള്ളതെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. അതാണ് ഇവിടെ ഊട്ടിയിലെ ഒരു മെയിൻ പരിപാടി. അതുകൊണ്ട് കുറേ പശുവുണ്ട്. എല്ലാവരും കഴുത്തിൽ മണിയുണ്ട്. മണി കെട്ടിയ എല്ലാവരും ഇവിടുന്ന്. ഇവിടെ എല്ലാം കാണുന്ന ഈ വീടെല്ലാം മലയാളീസിൻ്റെയാണ് അണ്ണൻ പറയുന്നത്. മലയാളീസൊക്കെ ഒരുപാട് പേര് ഊട്ടിയിലോട്ട് കുടിയേറുന്നുണ്ട് ആൾക്കാരാണ് വീടും താമസിക്കുന്നത്. ഈ ചുറ്റുവട്ടം മൊത്തം ഒരുപാട് മലയാളീസ് ഉണ്ട്. അവരാണ് ഇവിടെ എല്ലാം മെയിൻ ആയിട്ട് ഇപ്പോൾ ഉള്ളത്. പിന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയ വേറൊരു അടിപൊളി സ്പോട്ട് ഇവിടെ ഉണ്ട്. നമ്മളിപ്പം ഇതിൻ്റെ നേരെ മേലെ കാണുന്ന ഇത് കണ്ടോ? ഇത് ലാലിൻ്റെ ഒരു ഗൺ റൂമാണ്. ഗണ്ണെന്ന് വെച്ചാൽ ഒറിജിനൽ ഗണ്ണെന്നല്ല, അങ്ങനെ അത് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ സെറ്റപ്പാണ്. നമുക്ക് കാണാം. എന്തായാലും നമ്മുടെ രാജശേഖരന് എന്തായാലും പശുവിനും അല്ലാണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് തോന്നുന്നു. അതാ കിട്ടും. പണി കിട്ടി ഇല്ല. ഒത്തൊന്നും പാവം. മലയാളിയാ? എവിടെ വീട്? നെന്മാറ പാലക്കാട്. സൂപ്പർ. അതാ ഇപ്പോൾ വരുന്നത് നമ്മുടെ ഒരു പാലക്കാട് നെന്മാറക്കാരൻ അണ്ണനെ ഇവിടെ ഓട്ടോ ഓടിക്കുന്നത്. ഒരുപാട് വർഷമായിട്ട് അണ്ണൻ്റെ വെല്ലിച്ചനായിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ സ്ഥിരമായിട്ട് നിന്ന് ഓട്ടോ ഓടിക്കുക. വർഷങ്ങളൊക്കെ ഓട്ടോ ഓടിക്കുന്നുണ്ട്. നല്ല അടിപൊളി. പിള്ളേർക്ക് നൈറ്റ് എന്താ പറയുക, ക്യാമ്പ് ഫയറിനുള്ള വിറകെല്ലാം കൊണ്ടുവന്നതാണ്. കംപ്ലീറ്റ് മലയാളിയാണ് ഊട്ടിയിൽ. കേരളമാണോ ഊട്ടിയാണോ സംശയമാണിത്. രാജേട്ടൻ ഓടിപ്പോയിട്ട് നെന്മാറ വെല്ലങ്കിയും വേലയെല്ലാം കാണിച്ചു. പുള്ളി അത് മനസ്സിലായിട്ടില്ല എവിടെയാന്ന്. പുള്ളി അതിശയിച്ച് നിൽക്കുക. പുള്ളി പാലക്കാട് പോയിട്ട് കുറേ ആളായെന്ന് തോന്നുന്നു. എന്തായാലും ഓട്ടോക്കാരനൊക്കെ നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അടുത്ത പരിപാടി മെയിൻ ഐറ്റംസിൽ കിടക്കാം. വാ. ഒന്നും വേണ്ട. ഗൺ റൂം ലാലേട്ടൻ്റെ ഊട്ടി ബംഗ്ലാവിൽ ഗണ്ണിന് റൂമുണ്ട് പോലും. ഗണ്ണ് സൂക്ഷിക്കുന്ന റൂം തോട്ടത്തിൽ കൂടെ. ഗൺ റൂം കാണാൻ പോവാണ്. ദയവ് ചെയ്തിട്ട് ആരും ഇത് ഗൺ റൂം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഗണ്ണാന്ന് തെറ്റിദ്ധരിച്ചിട്ട് പ്രശ്നമോ വിഷയമൊന്നും ഉണ്ടാക്കരുത്. ഇതൊക്കെയാണ് ലാലേട്ടൻ ഷൂട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ സാറിന് ഡെമ്മി ഗൺസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഗൺസ് എല്ലാം കൊണ്ടുവന്ന് നശിപ്പിക്കാതെ കൊണ്ടുവന്ന് നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു അടിപൊളി റൂമാണ്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിനും ഒരു എന്താ പറയുക, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ചേക്കുന്നതാണ്. അതൊന്ന് കാണാം നമുക്ക് എന്തായാലും. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നല്ല ശ്വാസം നടക്കുമ്പോൾ പെട്ടെന്ന് കിതയ്ക്കുന്നുണ്ട്.
ശ്വാസം മുട്ടൽ പോലെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പം അത് തണുപ്പിൻ്റെ നല്ല തണുപ്പാണ്. കാരണം 11 മണി വന്ന സമയത്ത് നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ നമ്മൾ കാണുന്നതാണ് നെക്സ്റ്റ് റൂം എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായല്ലോ, എന്തായാലും ഒറിജിനൽ അല്ല, ആരും പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. എടുക്കും. ഇതാണ് ലാലേട്ടൻ്റെ ബാർ റൂം. പക്ഷേ ഇതിൽ കാണുന്ന തോക്കെല്ലാം സത്യം പറഞ്ഞാൽ ഒറിജിനൽ തോക്കൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടിക്ക് ഉപയോഗിക്കുന്ന, നമ്മളെന്താ പറയുക, ഇതെല്ലാം ഷൂട്ടിങ്, ലാലേട്ടൻ്റെ പല സിനിമയിലും ഷൂട്ടിങ്ങിന് ഉപയോഗിച്ച ഗണ്ണാണ്. ഷൂട്ടിങ് ഇതിന് പറയുന്നത് ഗൺ റൂം എന്നാണ് പറയുക. ഗൺ റൂം ഇതിൽ ഗണ്ണൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഗൺ റൂം. പിന്നെ ആരും കണ്ട് തെറ്റിദ്ധരിക്കണ്ട, ഇവിടെ ആർക്കും വെള്ളം വരാം. പെർ ഡേ സംതിങ് 50,000 സംതിങ് ആണ് ഡെയിലി വരുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കോൺടാക്ട് നമ്പർ ഉണ്ടാവും. നമ്പർ വേണമെങ്കിൽ ആവശ്യപ്പെട്ടാൽ ഞാൻ മെസ്സേജ് അയച്ചാൽ നമ്പർ അയച്ചു തരാം. ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്ത് കാണാനും അല്ലെങ്കിൽ ഇവിടെ താമസിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല സൗകര്യങ്ങളുണ്ട്. അപ്പം വേറെതായിട്ട് തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ ലാലേട്ടൻ ഇങ്ങോട്ട് ഇടയ്ക്ക് വരാറുള്ളൂ. ഇപ്പോൾ ഇത് ഇഷ്ടംപോലെ ആൾക്കാരെ വെച്ചിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരെ ഇത് വ്യൂ കാണാം. ലാലേട്ടൻ്റെ വീട്. സൂപ്പർ ലാലേട്ടൻ്റെ വീട്. ലാലേട്ടൻ്റെ ഇത് കാണുന്നതാണ് ലാലേട്ടൻ്റെ ബംഗ്ലാവ്. ബംഗ്ലാവാണ് ഫുൾ ലാലേട്ടൻ്റെ ഫുൾ പ്രോപ്പർട്ടിയാണ്. സൂപ്പർ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഷെയറും ചെയ്യണം. ബാക്കിയുള്ള വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒരു വെറൈറ്റി ആയിട്ട് കാണാം. ഓക്കെ, ബൈ.